എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രകാശ്, പാലക്കാട്. നമ്മുടെ ഈ വിക്ക് എന്ന് പറയുന്നത് മനസ്സിൻ്റെ അവസ്ഥയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. മനസ്സ് വിശ്രാന്താവസ്ഥയിലായിരിക്കുമ്പോൾ, റിലാക്സ്ഡായിട്ടിരിക്കുമ്പോൾ, ഒരു ടെൻഷനും നമ്മളെ ബാധിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ എല്ലാ സാഹചര്യങ്ങളിലും വളരെ നന്നായിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തന്നെ പ്രത്യക്ഷത്തിൽ അനുഭവിച്ചറിയാവുന്ന ആ മനസ്സിൻ്റെ നില, മനസ്സിൻ്റെ അവസ്ഥയും ഈ സംസാര തടസ്സവും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ മനസ്സിനെ നമ്മൾ എത്രത്തോളം റിലാക്സ് ആക്കുന്നു, മനസ്സിനെ എത്രത്തോളം വിശ്രാന്താവസ്ഥയിൽ ആക്കുന്നു, അത്രത്തോളം നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി വളരെ ഫ്ലൂവൻ്റായിട്ടും നമുക്ക് സംസാരിക്കാൻ സാധിക്കും. കാരണം ആ ഒരു അവസ്ഥയിൽ നമ്മൾ വിക്കിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കാരണം പൊതുവേ നമ്മൾ സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ വിൽക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പ്രയാസമുണ്ടാകും, നമ്മുടെ വാക്കുകൾ ഇടറും. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വിൽക്കുണ്ടാവും എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് പതിഞ്ഞിട്ടുള്ള ആ ചിന്ത പൊന്തി വരുന്നതും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ, ബ്രീത്തിങ്ങിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ ഭയം, ഉത്കണ്ഠ എല്ലാം കൊണ്ടുമാണ് നമ്മൾ പിന്നീട് നമ്മുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നതിനുള്ള കാരണമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ ആ സമനിലയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടു. എത്രത്തോളം നമുക്ക് മനസ്സിൻ്റെ സമനില കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും, അത്രത്തോളം നമുക്ക് വളരെ ഫ്രീയായിട്ടും ആത്മവിശ്വാസത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയും നമുക്ക് ആരോടും സംസാരിക്കുവാനും സാധിക്കും. ആ മനസ്സിൻ്റെ സമനില എങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? അതായത് എന്ത് സംഭവിച്ചാലും ക്ഷോഭിക്കാത്ത, എന്ത് സംഭവിച്ചാലും സങ്കടപ്പെടാത്ത, എന്ത് സംഭവിച്ചാലും ഭയപ്പെടാത്ത ഒരു മനസ്സുണ്ടാകും. മനസ്സിൻ്റെ സമനില എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഞാൻ വായിച്ചിട്ടുള്ള വേദാന്ത ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ, അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ വേദാന്ത സിദ്ധാന്തപ്രകാരം ഇവിടെ ആകെ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അതിനെയാണ് ബ്രഹ്മം, ഈശ്വരൻ, ദൈവം എന്നൊക്കെ പല പേരുകളിൽ വിളിക്കപ്പെടുന്നത്. അത് മാത്രമേ ഉള്ളൂ. നമ്മളും അതുതന്നെയാണ്. നമ്മൾ കാണുന്ന എല്ലാവരും അതേ വസ്തു തന്നെയാണ്. നമ്മളെ തന്നെയാണ് ചുറ്റുപാടും കാണുന്നത്, മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും സസ്യങ്ങളിലും എല്ലാം. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ആകെ ഒരു വസ്തുവുള്ളൂ. ആകെ ഒരു വസ്തു മാത്രമുള്ള സമയത്ത് ആരെ പേടിക്കാനാണ്? ആരെ പ്രത്യേകമായിട്ട് സ്നേഹിക്കാനാണ്? എല്ലാം നമ്മൾ മാത്രമാണ്. ആ ഒരു അവസ്ഥ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനസ്സിൻ്റെ സമനില സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തോന്നി, ഒരു വീഡിയോ ഇടാനും മുഖം തോന്നി. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.